നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ ഡിസംബർ 2024 എക്സാമുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് എക്സാമുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എക്സാം റിസൾട്ടും ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സാം റിസൾട്ട് വന്നു എന്നറിയുമ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, ഇത്ര പെട്ടെന്ന് എക്സാം എഴുതാതെ എക്സാം റിസൾട്ട് വന്നു എന്നുള്ളത്. എന്നാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു എക്സാം റിസൾട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ഏർലി ഡിക്ലറേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏർലി ഡിക്ലറേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഫോം ഫില്ല് ചെയ്തവരുടെ റിസൾട്ടാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ സാധാ എക്സാം നടക്കുന്നത് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 9-ാം തീയതി വരെയാണ്. ജാനുവരി 9th വരെയൊക്കെയാണ് നമ്മളുടെ എക്സാം ഉള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് സാധാരണ ഒരാൾക്ക് എക്സാം റിസൾട്ട് വരുന്നത് എക്സാമുകളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഏകദേശം ഒരു 45 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളുടെ എക്സാം റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഏർലി ഡിക്ലറേഷനിൽ എക്സാം റിസൾട്ട് വന്നിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇനി എക്സാം റിസൾട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എങ്ങനെയാണ് എക്സാം റിസൾട്ട് നോക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ www.igno.ac.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മൊബൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. അപ്പോൾ അതിൽ മേലെ കാണുന്ന 3 ലൈൻസ് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ സ്റ്റുഡൻറ് സർവീസ് എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ടാവും. അതിലുള്ള റിസൾട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. നമ്മുടെ ഇതുവരെ നടന്നിട്ടുള്ള എക്സാമുകളുടെ റിസൾട്ടും ഗ്രേഡ് കാർഡും ഇതിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ടേം ആൻഡ് എക്സാം റിസൾട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ ഇത് വരുന്നത്. ഇതിൽ നമുക്ക് കാണാം ഡിസംബർ 2024 ഏർലി ഡിക്ലറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഏർലി ഡിക്ലറേഷൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് മുമ്പ് തന്നെ, എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് ഏർലി ഡിക്ലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഡിസംബർ 2024 ഏർലി ഡിക്ലറേഷൻ എന്ന് കാണാം. ജൂൺ 2024 അതിൻ്റെ റിസൾട്ട്, അങ്ങനെ കുറേ റിസൾട്ട് ഇതിൽ കാണാം. അപ്പോൾ നമ്മൾ 2024 ഈ ഒരു ഏർലി ഡിക്ലറേഷൻ്റെ റിസൾട്ടാണ് നോക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കാണാം ഈ ഒരു സ്റ്റാറ്റസ് വന്നിട്ടുള്ളത് 30-ാം തീയതിയാണ്, അതായത് ഡിസംബർ 30-നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് യുവർ എൻറോൾമെൻറ്റ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട്. അതായത് ഏർലി ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനെയാണ് വരിക, എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അത് നിങ്ങളുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ മാർക്ക് എന്തായാലും വരും. നിങ്ങളുടെ മാർക്ക് വരുന്നത് ഓരോന്നും ഓരോ ടൈമിലായിരിക്കും. എല്ലാ സ്കോറും കൂടി, എല്ലാ റിസൾട്ടും കൂടി ഒരുമിച്ച് വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.